അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ പൊള്ളിച്ചതാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ പൊള്ളിച്ചതാണ്. ഇത് ഏത് മീൻ വെച്ചും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. വീട്ടിൽ കിട്ടുന്ന എല്ലാ മീൻ വെച്ചും ചെയ്യാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് ഫിഷ് ഒന്ന് നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ നമുക്ക് മാഗ്നേറ്റ് ചെയ്യാം. നമുക്ക് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുക്കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 1 ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും, 1 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പൊ നമ്മളുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് മാഗ്നേറ്റ് ചെയ്യാനുള്ള. ഇനി നമുക്കിത് ഫിഷിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിന്റെ നന്നായിട്ട് ഫിഷിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് ഈ മാഗ്നേറ്റ് ചെയ്ത ഫിഷ് നമുക്ക് 1 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇതിന്റെ മസാല ഒക്കെ നന്നായിട്ട് അതിലേക്ക് പിടിക്കണം. അപ്പൊ 1 മണിക്കൂർ നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. അപ്പൊ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഫ്രൈ ആയി വരാനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇനി ഓയിൽ ഒന്ന് ചൂടായി വന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം. അപ്പൊ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഫ്രൈ പാനിലേക്ക് ഞാൻ ഫിഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. അപ്പൊ നമ്മുടെ ഫിഷ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. 2 സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പൊ നമ്മൾ ഫിഷ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മസാല റെഡിയാക്കാം. അപ്പൊ നമുക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പൊ അതിലേക്ക് നമുക്കൊരു 15 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പൊ അത് നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് സവാള, ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടി നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഈ ഉള്ളി പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് 2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതിന്റെ പച്ച മണമൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പൊ സവാളയൊക്കെ നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 തക്കാളി ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായി തക്കാളിയൊക്കെ ഉടഞ്ഞു വരുന്നവരെ നന്നായിട്ട് വഴറ്റാം. അപ്പൊ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ സ്പെഷ്യലായിട്ട് വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഫിഷ് മസാലപ്പൊടിയാണ്. നല്ലൊരു സ്മെല്ലുണ്ടാവും, അതിനു വേണ്ടിയാണ്.
ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പൊ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. മസാല ഒക്കെ നന്നായി റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഒരുപാട് തിളക്കാൻ നിൽക്കരുത്, അപ്പൊ തന്നെ ഓഫ് ചെയ്യണം. അപ്പൊ നമ്മുടെ പൊള്ളിച്ചതിന് വേണ്ടിയുള്ള ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രേവിയാണ്. അപ്പൊ നമുക്ക് ഇത് പൊള്ളിക്കാൻ തുടങ്ങാം. അപ്പൊ നമ്മളൊരു വാഴയില നന്നായി വാട്ടിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മസാല ഇട്ട് കൊടുക്കാം. ആദ്യം അപ്പൊ നമ്മൾ ആ മസാലയുടെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത ഫിഷ് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിൽ കുറച്ച് മസാലയും കൂടി വെച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ മസാലയൊക്കെ മീനിന്റെ മുകളിൽ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വാഴ നമുക്കൊന്ന് പൊതിഞ്ഞെടുക്കാം. അപ്പൊ നമ്മൾ 2 ഫിഷും പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി നമ്മളൊരു ഫ്രൈ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഈ പൊതി ഇതിലേക്ക് വെച്ചു കൊടുക്കാം. അപ്പൊ എണ്ണ നന്നായി ചൂടായി വന്നതിലേക്ക് ഞാൻ ഈ പൊതി വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഒരു സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പൊ ഒരു സൈഡ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പൊ ഇത് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പൊ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്, സൂപ്പറാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം.